ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പം നാട്ടിലെത്തിയിട്ട് ഇപ്പം ഒരാഴ്ചയായി. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ്, നമ്മൾ 3 പേരും കൂടെ. ഞാനിപ്പോൾ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ബേക്കൽ അവിടെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണ് ഒരു ദിവസത്തേക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പം അവിടുത്തെ താജ് ബേക്കലിലാണ് പോണത്. ഒരു ദിവസം ഒരു ചെറിയൊരു സ്റ്റേക്കേഷനും ആവാം, പുള്ളിക്കാരനെയും മീറ്റ് ചെയ്യാം, പിന്നെ താജ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകണതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ഡ്രൈവാണ് കേട്ടോ താജ് ബേക്കൽ റിസോർട്ടിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8:45 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കോഫി ബ്രേക്ക് എടുത്തു കേട്ടോ. ഇത് കണ്ണൂർ പിലാത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഗോൾഡൻ ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുന്ന് ഞങ്ങൾ കഴിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒരു കോഫി എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ 2.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലെത്തി. വെൽക്കം ഡ്രിങ്ക് ഒരു ലെമൺ ഐസ് ടീ പോലൊരു ഡ്രിങ്ക് ആയിരുന്നു. അതിനൊരു പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു പേരെന്ന്. പക്ഷേ കൈൻഡ് ഓഫ് ഐസ് ടീ ആയിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങളുടെ റൂം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഒരു വാഷ് ആൻഡ് ക്ലീൻ റൂമിലേക്കാണ് പോയത് കേട്ടോ. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് റൂം റെഡി ആയത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഒരു ടെമ്പററി റൂമിലോട്ട് വന്നേക്കാണ് കേട്ടോ. ഇതൊരു വാഷ് ആൻഡ് ക്ലീൻ റൂമാണ്. ഈ ടെമ്പററി റൂം തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങി. ഇത് എൻട്രൻസ് ആണ് കേട്ടോ. എൻട്രൻസിൻ്റെ ഇവിടെ ഒരു ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ക്ലോസറ്റിൽ വന്നിട്ട് ലോക്കർ, പിന്നെ ജാക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിടാനുള്ള സാധനം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, മറ്റേ സ്റ്റോറുണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി സ്റ്റേഷനുണ്ട്. അത്യാവശ്യം കോഫി ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഫുഡ്, ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മിനി ബാർ. ചെറിയൊരു വേറെ കോക്ക്, ചോക്ലേറ്റ്, വാട്ടർ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലൈറ്റ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണതിന് മുന്നേ, മെയിൻ ഏരിയയിലോട്ട് പോണതിന് മുന്നേ നമുക്കിവിടെ കയറി കുറച്ച് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു വാഷ്റൂം ഉണ്ട്. വാഷ്റൂമിൽ ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ സ്റ്റാൻഡിങ് ഷവറാണ്. പിന്നെ ഇവിടെ ഒരു ബാത്ത് ടബ്, പിന്നെ ഇവിടെ വാഷ് ഏരിയ, അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ടോയ്ലറ്റ് വെച്ചേക്കുന്നത്. സെപ്പറേറ്റ് ഡോറൊക്കെ വെച്ചുകൊണ്ടാണ് ടോയ്ലറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് തുറക്കാമോ? AC, please keep it closed. ഓ, അതൊരു വരാന്ത പോലെ. ഇവിടെ ഒരു ജസ്റ്റ് വരാന്ത പോലെ. ഇവിടെ AC ഇല്ലാത്തതുകൊണ്ട് അവർ കീപ് ഇറ്റ് ക്ലോസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ AC ഇല്ലാത്തതുകൊണ്ടല്ല, AC ഉള്ളതുകൊണ്ട് കീപ് ഇറ്റ് ക്ലോസ്. അവിടെ AC ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അകത്ത് AC ഇല്ലതുകൊണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും തോന്നല്ലേ. ഈ ബാത്ത് ടബിന്ന് നേരെയുള്ള ഈ സ്ഥലം ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ നേരെ ബെഡ്റൂം കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അതിലേ വരാം, ബെഡ്റൂമിലോട്ട്. ഓക്കെ, നമ്മളിവിടെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് നമ്മുടെ മെയിൻ ഏരിയ, ദാറ്റ് ഈസ് ബെഡ്റൂം. ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്, 2 ലാംപ് ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു TV, പിന്നെ ഇവിടെ 2 സീറ്റ്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത്
കോർട്ട്യാർഡാണ് കേട്ടോ. ഇത് അതിനപ്പുറത്താണ് ബാക്ക് വാട്ടർ. ഇവിടുന്ന് നേരെ നമുക്ക് ഇത് തുറന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ പോകാം. വൈകുന്നേരമൊക്കെ അവിടെ ചായ എടുത്ത് കുടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. അതുപോലെ ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ട് ടീ പോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു കുഞ്ഞാൽ. എന്താ പറയണു ചേച്ചി, ഇഷ്ടപ്പെട്ടോ? ഒക്കോസ് ഇഷ്ടപ്പെട്ടു. You like it? Can I just go salad? No, don't take. I don't want it. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ 3 റെസ്റ്റോറൻ്റാണ് കേട്ടോ ഉള്ളത്. അതിൽ ബാക്ക് വാട്ടർ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. Lunch and dinner. You like it? Hello. Say hi. Burger. That's for her. That's finish it, right? Yeah. No mustard, right? No No mustard. mustard. Yeah. Yeah. Yes. Thank you very much. Thank you. സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഇറച്ചി വളർത്തിയതും മട്ടൺ കബാബും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. So nice, right? I just survived. I ate a tiny. മോൾക്കൊരു ബർഗറാണ് കേട്ടോ മേടിച്ചത്. നല്ല പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ ബർഗറും അതുപോലെ തന്നെ ഫ്രൈസും. ഞങ്ങൾ ഏട്ടന് വാങ്ങിച്ചത് വടാപ്പാവായിരുന്നു. വടാപ്പാവ് കണ്ടപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഞെട്ടി. കാരണം വടാപ്പാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ചെറിയൊരു പോർഷനല്ലേ വിചാരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മാത്രം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വടാപ്പാവ് ഒത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ചൈനീസ് സ്റ്റൈലൊരു കറി, ചിക്കൻ കറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് ഔട്ട് എടുത്തു. പിന്നെ ഡെസേർട്ട് വാങ്ങിച്ചത് ഏട്ടൻ എനിക്ക് തോന്നുന്നു ടിറാമിസു എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോക്ലേറ്റ് കേക്കും ഒരു ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൂം റെഡിയായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ ലോബിയിലോട്ട് പോയിട്ട് റൂം കീ എടുത്തിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഇപ്പോഴത്തെ ടെമ്പററി റൂമിൽ പോയി നമ്മുടെ ലഗേജ് കളക്ട് ചെയ്ത് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. കയറുന്ന സമയത്ത് തന്നെ നല്ല ഒരു അടിപൊളി ഗണപതിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതൊന്ന് എന്നിട്ട് നേരെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊഞ്ഞാല് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഊഞ്ഞാല് ഊഞ്ഞാലിന് വേറെ എന്താ പറയാ? ഊഞ്ഞാലെന്നല്ലേ പറയാ. ഓക്കെ, ഇത് ഊഞ്ഞാല് വെച്ചിട്ടുണ്ട്. ഫാമിലി അല്ലേ, ഒരു ഫാമിലി സ്പേസ് ആണ് ഇവിടെ വെച്ചേക്കണേ. ഇവിടെ മറ്റേ റൂമിലെ പോലെ ഒരു ടേബിളും 2 ചെയറും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ട് ഇവിടെയായിട്ട് ഒരു ക്യാൻഡിൽസാ, രാത്രി ക്യാൻഡിൽസ് ആണോ? ഓരോരുത്തർ ക്യാൻഡിൽസ് ആണ്.
ഒരു ബാത്തബ്. ഇത് ജക്കുസി അല്ലല്ലോ, ഇത് ബാത്തബ് അല്ലേ? It's a bathtub. ബാത്തബ് ഉണ്ട്. അവിടുന്ന് ഈ ഒരു സൈഡിൽ പോവാണെങ്കിൽ ഇവിടെ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഷവർ ഷവർ ചെയ്തിട്ടാ സ്വിം ചെയ്യേണ്ടത്. സോറി, ഷവർ ചെയ്തിട്ട് നേരെ സ്വിം ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മളിപ്പം ഈ പൂളിൻ്റെ നേരെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് കയറുന്ന സ്ഥലത്താണ് നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു കിങ് സൈസ് ബെഡുണ്ട്, അതേപോലെ ഒരു കുഞ്ഞു ടി വി, അതുപോലെ സ്റ്റഡി ടേബിൾ, അവിടെ സ്റ്റഡി ഏരിയ പോലൊരു സംഭവം. പിന്നെ ഇവിടെ ഒരു 2 സോഫ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡ് ടേബിൾ, ഒരു 2 നല്ല എന്താ സൈഡിൽ ബാക്കിൽ ബാക്കിലാണ് കോഫി ഏരിയ ഒക്കെ. ഇവിടെ കോഫി സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ മിനി ബാർ ഉണ്ട്. മറ്റുള്ള പോലെ തന്നെയായിരിക്കും ഇതും. കുറച്ച് വാട്ടർ, കോക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലഗേജസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ ക്ലോസറ്റ്, ലോണ്ടറി ബാഗ്, പിന്നെ ലോക്കർ ഉണ്ട്. ഇവിടെ ഒരു 2 കുടയുണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ ഇതും വരുന്നത് വാഷ്റൂമിലേക്ക് വരുന്ന സ്ഥലത്ത് തന്നെ വാഷ് ഏരിയയാണ് വെച്ചേക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ആണ് ഷവർ ഏരിയ ഇരിക്കുന്നത്. ഇതുവഴി ഇറങ്ങാൻ പറ്റും. ഇറങ്ങാൻ പറ്റും. Please keep it closed and But still we can push it. push ചെയ്യാൻ പറ്റില്ല. മാറ്. Maybe അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. വേണ്ട, പൊട്ടിക്കണ്ട. വേണ്ട വേണ്ട. ഓ, പൊക്കിയിട്ട് വലിക്കണം. ഇവിടുന്ന് ഇറങ്ങി പോവാം. പക്ഷെങ്കിൽ ഈ ഡോറ് തുറക്കണമെങ്കിൽ 2 പേര് വരണം. വേണ്ട, ലോക്ക് ചെയ്തേ. അത്രയും ഫുഡ് കുറച്ച് അപ്പോൾ ഫുഡ് കുറച്ച് ഓവറായിപ്പോയി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ബാക്കി ടേക്ക് ഔട്ട് എടുത്തിട്ടുണ്ട്. രാത്രി ഡിന്നർ, ലഞ്ച് രാത്രി മിക്കവാറും അത് തന്നെയാണ് കഴിക്കാൻ പോകണം. Yes or no? ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും 2 പേരുടെയും മെയിൻ പരിപാടിയാണ് ഈ പൂളിൽ ഇറങ്ങിയിട്ടുള്ള പ്രകടനം. എനിക്കാണെങ്കിൽ നീന്തൽ അറിയില്ല, എനിക്ക് വെള്ളത്തിൽ പോകാനും പേടിയാണ്. ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ കാലൊക്കെ നിറച്ച് അങ്ങനെ ഇരിക്കും. 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ ഇങ്ങനെ ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പൂളിൽ ഇറങ്ങുന്നത്. ചെക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു വെൽക്കം ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ചിപ്സ്, അച്ചപ്പം, കേക്ക്, ചോക്ലേറ്റ്, പിന്നെ എള്ളുണ്ട, വേറെന്തായിരുന്നു, ഹൽവ, ഇതൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ളൊരു വെൽക്കം ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന QR കോഡില്ലേ, അതും ഒരു തരം ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പൂളിൽ നിന്ന് കയറി കുളിച്ച് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. ഇവിടെ 5:30 വരെയുള്ളൂ ചായ ടൈം. ഇവിടെ ഒരു ചായയുടെ നല്ല അടിപൊളിയായിട്ട് പഴയ മറ്റേ ചായക്കടയൊക്കെ ഓർക്കണ പോലത്തെ ഒരു തരം സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നടക്കാനില്ലല്ലോ.
ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 26 ഏക്കർ അടുപ്പിച്ചുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കാപ്പിൽ ബാക്ക് വാട്ടറും അറേബ്യൻ സീനെയും ഇടയിലായിട്ടാണ്, നടുവിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അറേബ്യൻ സീയിലോട്ട്. Wash my കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഔട്ട്ഡോറും ഉണ്ട് ഇൻഡോറും ഉണ്ട്. മഴയായതുകൊണ്ട് കുറച്ച് നേരം അവളെ വെച്ച് ഇൻഡോറിൽ കളിച്ചു. തിരിച്ച് റൂമിലെത്തി ഞങ്ങൾ രാത്രി വീണ്ടും പൂളിലിറങ്ങി കേട്ടോ. പൂളിൽ ഇറങ്ങലും മഴയും ഒരുമിച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പൂളിലിറങ്ങിയിട്ട് മഴയും കൊണ്ടിരിക്കാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ രാത്രി ഉച്ചയ്ക്കത്തെ ടേക്ക് ഔട്ട് എടുത്ത ഡിന്നർ കുറച്ച് കഴിച്ചു. വേണമെന്നൊന്നും ഇല്ലായിരുന്നു, കാരണം ഉച്ചയ്ക്ക് തന്നെ ഫുള്ളായിരുന്നു. അതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് ഭയങ്കര ഫുള്ളായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഇനി നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എണീറ്റു, റെഡിയായി. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ലാസ്റ്റ് നൈറ്റ് അടിപൊളിയായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, നന്നായിട്ട് കിടന്നുറങ്ങി. ചിലപ്പോൾ നമ്മൾ വീട് മാറി ഉറങ്ങുമ്പോൾ നമുക്കധികം ഉറക്കം വരില്ലല്ലോ. ഇതങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ പീസ്ഫുള്ളായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അടുത്ത് ഉള്ളത് ഈ റെസ്റ്റോറൻ്റാണ്, പിന്നെ അല്ലെങ്കിൽ പിന്നെ ബീച്ചിനടുത്താണ് അടുത്ത റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ പോയ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോണത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം എന്താണ് ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈ സെക്ഷനിൽ ഫ്രൂട്ട്സ് ആൻഡ് സാലഡ്സ് ആണ്. പിന്നെ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, കോൾഡ് കോഫി, ഇവിടെ ബ്രെഡ് ഐറ്റംസ്, ക്രസോണ്ട്, കേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ സിനമൺ അതിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്പ്രെഡ്സൊക്കെയാണ്. പിന്നെ മിൽക്ക്, യോഗേർട്ട്, പിന്നെ സോസേജസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ സിറിയൽസ് ഉണ്ട്. സിറിയൽസ് പ്ലസ് സീഡ്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എഗ്ഗ്, സോസേജ്, പിന്നെ പൊട്ടറ്റോ വെഡ്ജസ് അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ദോശ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്മാ ഉണ്ട്, വടയുണ്ട്, ഇഡ്ഡലി, ഊത്തപ്പം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈവായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാൻ കേക്ക്. ഈ ഭാഗത്ത് പൂരി, ദാൽ, പിന്നെ പൊട്ടറ്റോ മസാല, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഫിൽറ്റർ കോഫി ഉണ്ട്, ചായ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുത്ത് കുടിക്കാം. ഞാനെടുത്തത് പൂരിയും ഇഡ്ഡലിയും വടയുമാണ്. പിന്നെ ഒരു കോൾഡ് കോഫി എടുത്തു. മോൾക്കും പൂരിയും വടയും എടുത്തു. ഏട്ടൻ ദോശയും വടയാണ് കഴിക്കണേ. സാമ്പാർ എടുത്തില്ല, ഊത്തപ്പം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഊത്തപ്പവും കൂടെ എടുത്തു കേട്ടോ. ഊത്തപ്പവും സാമ്പാറും കൂടെ എടുത്തു. ലാസ്റ്റ് നമ്മൾ കുറച്ച് പിന്നെ ഫിൽറ്റർ കോഫിയും വെച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു.
അടുത്ത നമ്മൾ പോയത് ഇവരുടെ സ്പായിലേക്കാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പായാണ് ഇവരുടേത്. 1.5 ഏക്കറിൽ സ്പായാണ്. സ്പായിൽ ഒരുപാട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് രണ്ടുപേരും ഹെഡ് മസാജാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു അതിനകത്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫീലാണെങ്കിലും ഒക്കെ. മസാജിന് ശേഷം അവരൊരു വിശുദ്ധി ടീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയുർവേദിക് ടീ തന്നു കേട്ടോ. ലെമൺ, സിനമൺ, ജാഗറി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുള്ളതായിരുന്നു. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയായിരുന്നു കയാക്കിങ്. കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് കയാക്കിങ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. ഞങ്ങൾ വേഗം റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. നമ്മൾ ഇവിടുന്ന് നേരെ ബേക്കലിലോട്ടാണ് പോണത്. ഇവിടുന്ന് അടുത്താണ് ബേക്കൽ ഫോർട്ട്. അപ്പോൾ ബേക്കലിൽ ഇവിടെ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ബേക്കലിലും കൂടെ കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം സ്റ്റേ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. എൻ്റെ അഭിപ്രായം എന്താണ് കേട്ടോ? എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. ഫുഡാണെങ്കിലും രാത്രിയത്തെ ഉറക്കമാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു 1 ഫുൾ ഡേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ നിൽക്കണം എന്ന് തോന്നും. 2 nights വേണം. അപ്പോഴാണ് വലിയൊരു പ്രോപ്പർട്ടിയാണ്. എത്രയോ ഏക്കേഴ്സ് ആണ്. അതെ അതെ. സ്പാ തന്നെ ഏഷ്യയിലെ ലാർജസ്റ്റ് സ്പാ ആണ്. അതെ അതെ. കറക്റ്റ്. സ്വസ്തി ആദ്യമായിട്ടാണ് തൊട്ടാവാടി കാണുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് പയ്യന്നൂരിൽ ഫലൂദ വിൻറ്റേജ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ആക്ച്വലി കോഫി കുടിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ കാരണത്താൽ കോഫിയും ടീയും അന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏട്ട ഒരു ചിക്കൻ പാവം പറഞ്ഞു. ഞാനൊരു നല്ല മഴയുണ്ടായിരുന്നു വെളിയിൽ. അതുകൊണ്ട് ഞാൻ ഒരു ചിക്കൻ നൂഡിൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടെ കഴിച്ച് നമ്മൾ മോൾക്കൊരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ലൊരു യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി.
വീട്ടിലെത്തിയ പാടെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് അച്ഛൻ്റെ ചായ വേണമെന്നാണ്. അച്ഛൻ്റെ ചായക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എവിടുന്ന് ചായ കുടിച്ചാലും എനിക്ക് ആ ഒരു ഇത് കിട്ടാറില്ല. എനിക്ക് ചിലപ്പോൾ ഞാൻ കാനഡയിലിരിക്കുമ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയും അച്ഛൻ്റെ ചായ കുടിക്കാൻ തോന്നുന്നെന്ന് പറയും. എന്തോ ഒരു പ്രത്യേകത ആ ഒരു ചായക്കുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇത് 2 ദിവസത്തെ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇവിടെ വെച്ച ചൂട് തന്നെയാണ്. അതിന് വെച്ച ചായയൊക്കെ തണുത്തു പോവേ. ചായ തണുത്തു.